ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ പണ്ട് കാലത്തുള്ള അമ്മയും അച്ഛനമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്നൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിതാ ഒരു തേങ്ങയുടെ പകുതി ചിരകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ്. അപ്പോൾ നമ്മളിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പാത്രം നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് അരി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടിയിലൊന്നും പിടിക്കാതെ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിതാ അരിയൊക്കെ വറുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നല്ലോണം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കൊരു സാധനം കൂടി വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നിലക്കടലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിലക്കടല നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പച്ച നിലക്കടല ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അരി ഞാൻ അപ്പോഴത്തേക്ക് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാകത്തിന് പൊടിഞ്ഞ് കിട്ടണം. എന്നിട്ട് ആ ഒരു മിക്സ് നമ്മൾ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ നിലക്കടലയും അതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം കേട്ടോ പൊടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിലക്കടലയും നല്ലോണം ഒന്ന് പൊടിച്ച് വന്നിട്ടുണ്ട്. അതും കൂടി ആ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ 3 മിക്സും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ശർക്കരയാണ് സാധാരണ എല്ലാവരും ചേർക്കുക. നമ്മളിവിടെ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ടിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് നമ്മുടെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 മണിക്ക് എന്താ ചായക്ക് കൂട്ടാനെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് അരി എടുത്ത് വറുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. Thank you.